ഹായ് ഓൾ, വെൽക്കം ടു ജോബ് മൂവി വേൾഡ്. മാവീര 2023 ശിവകാർത്തികേയന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. ഇതിൽ നിങ്ങളിൽ കുറെ പേര് ചിലപ്പോൾ പടം കണ്ടിട്ടുണ്ടാവില്ല. ഒരു കിഡിലൻ സൂപ്പർ ഹീറോ, ഒരു വെറൈറ്റി സൂപ്പർ ഹീറോ പടം എന്ന് പറയില്ലേ, അതാണ് മാവീരൻ. മാവീരൻ 2023 ഇറങ്ങിയപ്പോൾ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നില്ല. ഞാൻ ആമസോണിൽ വന്നതിന് ശേഷമാണ് കണ്ടത്. പക്ഷെ അതിനുശേഷം കുറെ 2 കൊല്ലമായി, 2 കൊല്ലം മേലെയായി. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കുറെ പേര് കണ്ടിട്ടില്ല ഈ പടം. പക്ഷെ ഈ പടം കാണേണ്ട പടമാണ്. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സൂപ്പർ മൂവി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരു തമിഴ് പടം, അതില് വരുന്ന ഒരു ആക്ഷൻസ്, കുറെ കാരണങ്ങളാൽ ഈ മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് തോന്നിയ പടമായതുകൊണ്ടാണ് ഇത് ഞാൻ ഇന്ന് റെക്കമെൻഡ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ മാവീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിന്റെ ഒരു സിനോപ്സിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു കോമിക് കാർട്ടൂണൊക്കെ റൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ശിവകാർത്തികേയന്റെ കഥാപാത്രം വരുന്നത്. ശിവകാർത്തികേയന്റെ കഥാപാത്രം ബേസിക്കലി ഒരു പേടിത്തൊണ്ടനാണ്. ആൾക്ക് കുറെ അനീതികളോട് കാണുമ്പോൾ പ്രതിഷേധിക്കാൻ തോന്നുന്നെങ്കിലും അതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ മൂപ്പരുടെ കാർട്ടൂണിൽ എഴുതിയിട്ടാണ് അത് ചെയ്യാം. അപ്പൊ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ അപകടം ഉണ്ടായപ്പോൾ മൂപ്പർക്ക് ഒരു പ്രത്യേക തരത്തിലൊരു സെൻസ് കിട്ടുന്നു. ആ സെൻസ് എന്ന് പറയുന്നത് മൂപ്പര് ഇൻസൈഡിൽ ഒരു ആളിങ്ങനെ സംസാരിക്കുകയാണ്. മൂപ്പർക്ക് ഇങ്ങനെ വരാൻ പോണ കാര്യങ്ങൾ കുറച്ച് മുമ്പ് അഡ്വാൻസ് ആയിട്ട് പറയാം. അതിപ്പോ സംഘടനത്തിലായാലും ശരി, പല കാര്യങ്ങളിൽ മൂപ്പർക്ക് ഉള്ളിൽ ഒരു വോയിസ് ലീഡ് ചെയ്യാണ് അഡ്വാൻസ് ആയിട്ട്. അതാണ് ഇതിന്റെ ഒരു സൂപ്പർ ഹീറോ എലമെന്റ്. പിന്നെ അപ്പൊ അതനുസരിച്ച് വരുമ്പോൾ മൂപ്പർക്ക് ആക്ഷൻസിൽ ഇതിലൊക്കെ വില്ലന്മാരെ എന്താ പറയാ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലെ ആക്ഷൻസ്, 3-4 ആക്ഷൻ രംഗങ്ങൾ അടിപൊളിയായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റും കാര്യങ്ങളൊക്കെ. ഒപ്പം തന്നെ BGM ഇനി രണ്ടും അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മഡോണ അശ്വിനാണ്. മണ്ടേല എന്ന് പറഞ്ഞ പടമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഭരത് ശങ്കറാണ്. ഇവർ 2 പേരുടെയും ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആണ് ഈ പടം. ഒപ്പം ശിവകാർത്തികേയന്റെ ഒരു പെർഫോമൻസും. ഇത് ഈ കാര്യങ്ങളാണ് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ടിപ്പിക്കൽ ഒരു യൂഷ്വൽ സൂപ്പർ ഹീറോ എലമെന്റ്സ് അല്ലെങ്കിൽ പക്ക കൊമേഴ്ഷ്യൽ എലമെന്റ്സ് നിങ്ങൾ കണ്ടുവരുന്ന ഒരു ഫോർമാറ്റ് അല്ല. നല്ല സ്റ്റോറി ഉള്ള, ഒരു വെറൈറ്റി അപ്രോച്ച് ഉള്ള, എന്നാൽ നല്ല അടിപൊളി ആക്ഷൻ രംഗങ്ങളുള്ള, നല്ല BGM ഉള്ള, നല്ല ലീഡിങ് പെർഫോമൻസ് ഉള്ള, വില്ലൻ റോൾ ഉള്ള. വില്ലൻ ചെയ്തേക്കുന്നത് മിഷ്കിനാണ്. അതും വെറൈറ്റി റോളാണ്. ഇതില് പല കഥാപാത്രങ്ങളും പല സിറ്റുവേഷനും പൊളിറ്റിക്കലി കുറെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവർ ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ പറഞ്ഞ ഒരു യൂണിക് സൂപ്പർ ഹീറോ എലമെന്റ്സ് ഇവർ ആഡ് ചെയ്യുന്നു. ഒപ്പം നല്ല ആക്ഷൻസ്. അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് ഈ പടം വിചാരിച്ച അത്ര ഭയങ്കര വിജയം ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇതൊരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇതുവരെ കാണാത്തൊരു ടൈപ്പ് പടം ആയതുകൊണ്ടായിരിക്കും അന്ന് സക്സസ് ആണ് പടം, കൊമേഴ്ഷ്യൽ സക്സസ് ആണ്. പക്ഷെ ഇപ്പൊ റീസെന്റ് വന്ന അമരൻ പോലെ അങ്ങനെയൊന്നും ആയില്ല. കാരണം അത് അന്ന് അത്രയും ഒരു യുണീക്ക് എലമെന്റ്, ഡിഫറെന്റ് മൂവി ചിലപ്പോൾ സ്വീകാര്യത വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇന്ന് ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ എനിക്ക് തോന്നണത് ഒരു നല്ല ഡിഫറെന്റ് മൂവി, നല്ലൊരു എക്സ്പെരിമെന്റൽ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ പടം കാണണം. അതായത് ഇപ്പൊ ശിവകാർത്തികൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട ഒരു അങ്ങയുടെ കരിയറിലെ വിജയങ്ങളിൽ ഒന്നാണെന്നാണ് മാവീരൻ പറയാറുള്ളത്. മാവീരൻ ഞാൻ നോക്കിയപ്പോൾ എന്റെ സുഹൃത്തുക്കൾ പലരും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ പടം ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, ഈ പടം ആൾക്കാർ കാണണം, കണ്ടിട്ട് അവർക്ക് അഭിപ്രായം എന്ത് വേണമെങ്കിലും പങ്കുവയ്ക്കാം. കാരണം അത് നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ ഈ പടം നിങ്ങൾ ആമസോണിൽ MX പ്ലെയറിലൊക്കെ അത് ഫ്രീ ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം, കാണാം. അപ്പോൾ ഇതിന്റെ ഈ മ്യൂസിക് ഡയറക്ടർ എനിക്ക് ഇതിൽ പറയുകയാണെങ്കിൽ പുതിയതായ ഒരു ചെക്കൻ ചെയ്ത പോലെ അല്ല എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ അതിന്റെ ട്രാക്കിന്റെ ഒരു ഫൈറ്റ് BGM ഒക്കെ ഉണ്ട്, ബോട്ടിലുള്ള ഒരു ഫൈറ്റിന്റെ. അത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇവരാരും അടുത്ത പടം ഒഫീഷ്യലി കമ്മിറ്റ് ചെയ്തിട്ടില്ല. മറ്റേ ഡയറക്ടർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് വിക്രമനായിട്ട്. പക്ഷെ അത് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ അടുത്ത പടം അനൗൺസ് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ ഇവരുടെ അടുത്ത ഒരു കോംബോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് വിക്രമിന്റെ പടം നടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, സംഭവിക്കട്ടെ. അപ്പൊ അത് കാരണം ഒരു യുണീക്ക് ഒരു സ്റ്റോറി എലമെന്റ് പറയാൻ പറ്റുന്ന ഒരു പടമാണ് മാവീരൻ. മാവീരൻ ഒരു മസ്റ്റ് സീ ആയിട്ട് കാണേണ്ട ഒരു ഡിഫറെന്റ് യുണീക്ക് ആയിട്ടുള്ള ഒരു ആക്ഷൻ സൂപ്പർ ഹീറോ പടമാണ്. കണ്ടു നോക്കുക. എന്ത് തന്നെ അഭിപ്രായമാണെങ്കിലും എന്റെ കമന്റ് സെക്ഷൻ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.